ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇതുവരെ നമ്മൾ ഓരോ സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെ പറയാം, അതേപോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മേക്കിംഗ് നമ്മൾ സാധാരണ സംസാരത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് അല്ലേ. നമുക്ക് ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. അതേപോലെ തന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലല്ലേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക? അതായത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ ആൻസർ ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മളുടെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണം, ഇപ്പൊ നീ അങ്ങനെ ചെയ്യാറുണ്ടോ, അവരങ്ങോട്ട് പോവാറുണ്ടോ, അവര് പോയോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമ്മൾ എന്താണ് ആൻസർ പറയാ? ഒന്നുകിൽ പറയാം യെസ് ഞാൻ പോയി, അല്ലെങ്കിൽ പറയും നോ ഞാൻ പോയിട്ടില്ല അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ആൻസർ പറയാ. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ നമുക്കറിയാം എങ്ങനെയാണ് ഒരു സെന്റൻസ് അതിലൊക്കെ ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ഞാനൊരു സെന്റൻസ് പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഐ വേക്ക് അപ്പ് ഏർലി എന്നൊരു സെന്റൻസ് ശ്രദ്ധിക്കുക. ഐ വേക്ക് അപ്പ് ഏർലി എന്താണ്? ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക? നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? അങ്ങനെയല്ലേ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക. നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്നാണ് ചോദിക്കുക അല്ലെ. അപ്പൊ നമ്മൾ ആൻസർ പറയും അതെ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വേക്ക് അപ്പ് എന്ന് യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഐ എന്നുള്ള സബ്ജക്റ്റ് വന്നത് കൊണ്ടാണ് വേക്ക് എന്നുള്ള വേർബ് യൂസ് ചെയ്തത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അത് കാണാതെ ഇത് വന്ന് ആരും കാണരുതേ. അപ്പോ നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. ആ ഹെൽപ്പിംഗ് വേർബ് ഏതാണെന്ന് അറിയാം? ഡു അല്ലെങ്കിൽ ഡസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഡു അല്ലെങ്കിൽ ഡസ്. അപ്പൊ ഈ ഡു എവിടെ യൂസ് ചെയ്യും, ഡസ് എവിടെ യൂസ് ചെയ്യും എന്ന കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ അതും ക്ലിയർ ആയി വരും. ഇവിടെ നമ്മൾ പറഞ്ഞത് ഐ വേക്ക് അപ്പ് ഏർലി എന്നാണ്. ആ വേക്ക് എന്ന് പറയുന്നത് വേർബിന്റെ ബേസ് ഫോം ആണ് അല്ലെ. വേക്ക് എന്നുള്ളത് വേർബിന്റെ ബേസ് ഫോം ആണ്. അതായത് എസ്ഒ ഇഎസ്ഒ ഒന്നും ആഡ് ചെയ്യാതെ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള വേർബിന്റെ ഫോം ആയിട്ടുള്ള വേക്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ യൂസ് ചെയ്യും ഡു എന്നുള്ള ഹെൽപ്പിംഗ് വേർബിന്റെ ഹെൽപ്പാണ് നമ്മൾ ഇവിടെ ചോദിക്കുക. അപ്പൊ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്താ ചോദിക്കുക? നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ എന്നല്ലേ ചോദിക്കുക. ഡു യു വേക്ക് അപ്പ് ഏർലി? നീ നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? യെസ് ഐ വേക്ക് അപ്പ് ഏർലി. അപ്പൊ ഇതേ സെന്റൻസ് തന്നെ ഒന്ന് നെഗറ്റീവ് ആക്കി നോക്കാം അല്ലെ. ഞാൻ നേരത്തെ എഴുന്നേൽക്കാറില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ ഡോണ്ട് വേക്ക് അപ്പ് ഏർലി എന്നാ പറയാ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഈസിയാണ്. ഹെൽപ്പിംഗ് വേർബ് ആ സെന്റൻസ് തന്നെ ഉണ്ട്. ഡോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ സെന്റൻസ് തന്നെ ഹെൽപ്പിംഗ് വേർബ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ചോദിക്കും ഡോണ്ട് യു വേക്ക് അപ്പ് ഏർലി? എങ്ങനെ? നീ നേരത്തെ എഴുന്നേൽക്കാറില്ലേ? നീ നേരത്തെ എഴുന്നേൽക്കാറില്ലേ എന്ന് ചോദിക്കില്ലേ? അതിന് വേണ്ടിയിട്ട് എങ്ങനെയാ പറയാ? ഡോണ്ട് യു വേക്ക് അപ്പ് ഏർലി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ പറയും നോ ഐ ഡോണ്ട് വേക്ക് അപ്പ് ഏർലി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. നെഗറ്റീവ് സെന്റൻസിലെ ഹെൽപ്പിംഗ് വേർബ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. പോസിറ്റീവ് സെന്റൻസിലാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബിനെ കണ്ടെത്തേണ്ടതായിട്ട് വരിക. അത് ഈസിയാണ്, കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഈസിയാണ്. അതൊരു എക്സാമ്പിൾ നോക്കുക കേട്ടോ. അവന് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ സെന്റൻസ് പറയാ?
അവൻ ഹി കളിക്കാറുണ്ട്. പ്ലേസ് എങ്ങനെയാണ്? ഹി പ്ലേസ്. എന്താ കളിക്കാറുള്ളത്? ഫുട്ബോൾ. എവറി ഈവനിങ്, എല്ലാ ദിവസവും അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇവിടെ ഹീന്റെ കൂടെ നമ്മൾ പ്ലേസ് എന്നുള്ള വേർബ് ഒന്ന് ശ്രദ്ധിച്ച്. പ്ലേസ്, PLAYS ചേർത്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ എസ് ചേർത്തത്? ഹി സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ പ്രോണൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റുകളായ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് റാം, ഷീല ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ ആളുകളുടെ പേരിന്റെ കൂടെ അതിന്റെ വേർബ് ചേർക്കുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വേർബിന്റെ എസ് അല്ലെങ്കിൽ ES ചേർത്ത ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതേപോലെ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അതായത് ഐ, യു, ദേ, വി ഇതൊക്കെയാണെങ്കിൽ നമ്മൾ വേർബിന്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതായത് എസ് അല്ലെങ്കിൽ ES ചേർക്കാത്ത ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ, അപ്പൊ ഈസി ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഹി പ്ലേസ് ഫുട്ബോൾ എന്നാ പറയുന്നത് അല്ലെ. ഹി പ്ലേസ്, അവിടെ ശ്രദ്ധിക്കുക, പ്ലേസ് എന്ന വേർബ് വന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ് ഏതായിരിക്കും? ഡു ആയിരിക്കോ ഡസ് ആയിരിക്കോ? യെസ്, വെരി ഗുഡ്. ഡസ് എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് ആണ് ക്വസ്റ്റ്യൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. എസ് വരുന്നതിനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഡസ് എന്നുള്ള ഹെൽപ്പിംഗ് വേർബ്. അപ്പൊ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്? ഡസ് ഹി പ്ലേ എന്നേ പറയുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു, ആ എസ്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, പിന്നെ പ്ലേന്റെ എസ് ചേർത്ത് പറയാൻ പാടില്ല. ഡസ് എന്ന് പറയുമ്പോൾ പ്ലേന്റെ എസ്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തതാണ് ഡസ് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എസ് വെച്ചിട്ട് പറയോ? ഇല്ല. സോ ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്? ഡസ് ഹി പ്ലേ, അവന് കളിക്കാറുണ്ടോ? എല്ലാ വൈകുന്നേരങ്ങളിലും അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നാണ് ആ ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് ഒന്ന് മാറ്റി നോക്കിയേ. ഹി ഡസൻറ്റ് പ്ലേ, എങ്ങനെയാ വരിക? ഹി ഡസൻറ്റ് പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്. അവൻ എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിക്കാറില്ല എന്നാണ് പറഞ്ഞത് അല്ലെ. അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ഹി ഡസൻറ്റ് എന്നാ പറഞ്ഞത്. നേരത്തെ എക്സാമ്പിളില് എന്താണ് പറഞ്ഞത്? ഐ ഡോണ്ട് എന്നാ പറഞ്ഞത് അല്ലെ, ഡോണ്ട്. അപ്പോ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, സിംഗുലർ ആണെങ്കിൽ ഡസിന്റ് എന്നും പ്ലൂറൽ ആണെങ്കിൽ ഡോണ്ട് എന്നുമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഹി ഡസൻ പ്ലേ ഫുട്ബോൾ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡസൻ ഹി പ്ലേ ഫുട്ബോൾ എവറി ഈവനിങ്? അവന് എല്ലാ വൈകുന്നേരങ്ങളിലും ഫുട്ബോൾ കളിക്കാറില്ലേ? മറ്റൊക്കെ എന്താ ചോദിച്ചത്? കളിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. നെഗറ്റീവ് ആക്കുമ്പോൾ കളിക്കാറില്ലേ എന്നായിട്ട് മാറും. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഡസൻ ഹി പ്ലേസ് എന്ന് പറയില്ല കേട്ടോ, ഡസൻ ഹി പ്ലേ എന്നേ പറയുള്ളൂ. എസ് പുറത്തേക്ക് എടുത്താൽ പിന്നെ ബേസ് ഫോം യൂസ് ചെയ്തിട്ടാണ് പറയുക. വേറെ എക്സാമ്പിൾ നോക്കിയേ. രാഹുൽ ബ്രഷസ് ഹിസ് ടീത്ത് ട്വൈസ് ഇൻ എ ഡേ. ഒരു ദിവസത്തില് 2 നേരം രാഹുൽ എന്ത് ചെയ്യാറുണ്ട്? അവന്റെ ടീത്ത്, അവന്റെ പല്ല് തേക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോ, ഡസ് രാഹുൽ ബ്രഷസ് എന്നാ പറഞ്ഞത്. ബ്രഷസ്, ബ്രഷിന്റെ ES ചേർത്ത ഫോമാണ് ഇവിടെ പറഞ്ഞത്. രാഹുൽ സിംഗുലർ ആയതുകൊണ്ടാണ് കേട്ടോ. സോ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡസ് രാഹുൽ, എങ്ങനെയാ ചോദിക്കുക? ഡസ് രാഹുൽ ബ്രഷ് എന്നേ പിന്നെ വരുള്ളൂ കേട്ടോ. ഡസ് രാഹുൽ ബ്രഷ് ഹിസ് ടീത്ത് ട്വൈസ് ഇൻ എ ഡേ? രാഹുൽ എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കാറുണ്ടോ എന്നാണ് അതിന്റെ മലയാളം വരിക അല്ലെ. ഡസ് ചേർത്തത് കൊണ്ട് പിന്നീട് ആ ക്വസ്റ്റ്യനിലെ ബ്രഷിന്റെ ES ഫോം ചേർക്കാൻ പാടില്ല, ബ്രഷ് ബേസ് ഫോമേ ചേർക്കാൻ പാടുള്ളൂ. ഇതേ സെന്റൻസ് തന്നെ നമ്മളൊന്ന് നെഗറ്റീവിലേക്ക് ആക്കി മാറ്റിയേ. രാഹുൽ ഡസൻറ്റ് ബ്രഷ് ഹിസ് ടീത്ത് ട്വൈസ് ഇൻ എ ഡേ. രാഹുൽ ഡസൻറ്റ് ബ്രഷ്, പല്ല് തേക്കാറില്ല. രാഹുൽ ഡസൻറ്റ് ബ്രഷ് ഹിസ് ടീത്ത് ട്വൈസ് ഇൻ എ ഡേ. കണ്ടോ? അപ്പൊ അത് നമ്മൾ ചോദിക്കല് എങ്ങനെയാണ്? രാഹുൽ ദിവസവും 2 നേരം പല്ല് തേക്കാറില്ലേ? നേരത്തെ ചോദിച്ചു പല്ല് തേക്കാറുണ്ടോ. ഇവിടെ നമ്മൾ എങ്ങനെ ചോദിക്കേണ്ടത്? പല്ല് തേക്കാറില്ലേ. സോ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡസൻ രാഹുൽ ബ്രഷ് ഹിസ് ടീത്ത് ട്വൈസ് ഇൻ എ ഡേ? കേട്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ഇതൊരു പ്ലൂറൽ സബ്ജക്ട് വെച്ച് പറഞ്ഞു നോക്കി. ദേ ഗോ ടു സ്കൂൾ എവറി ഡേ. അവരെല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്.
ദേ ഗോ എന്നാണ് ഉപയോഗിച്ചത്, ഗോസ് അല്ല ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഗോ എന്നുള്ള വേർബിന്റെ ബേസ് ഫോം ആയിട്ടുള്ള ഗോ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ അതിനെങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക? ഡു ദേ എന്നാണ് യൂസ് ചെയ്യുക. അവർ പോകാറുണ്ടോ? ഡു ദേ ഗോ ടു സ്കൂൾ എവറി ഡേ? അവർ സ്കൂളിലേക്ക് എന്നും പോകാറുണ്ടോ? ഡു ദേ. അവിടെ ഹെൽപ്പിംഗ് വേർബ് ആയ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആക്കി നോക്കിയേ. ദേ ഡോണ്ട് ഗോ സ്കൂൾ എവറി ഡേ. ദേ ഡോണ്ട് ഗോ സ്കൂൾ എവറി ഡേ. അവരെല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാറില്ല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ചോദിക്കുക? അവരെല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാറില്ലേ എന്നല്ല ചോദിക്കുക. അപ്പൊ അതെങ്ങനെയാണ് ചോദിക്കുക? ഡോണ്ട് ദേ എന്നാ ചോദിക്കുക. ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ എവറി ഡേ? ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ എവറി ഡേ? മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതേപോലെ വേറൊരു സെന്റൻസ് നോക്കി. ഐ ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എനിക്ക് കോഫി ഇഷ്ടമാണോ? എനിക്ക് കോഫി ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കൽ എങ്ങനെയാണ്? നിനക്ക് കോഫി ഇഷ്ടമാണോ എന്നാ ചോദിക്കല് അല്ലെ. സോ നമ്മൾ എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് കോഫി? ഇവിടെ ഐ ലൈക്കാ പറഞ്ഞത്. എനിക്ക് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്നല്ല പറയുക. അപ്പൊ യു ആക്കിയതാണ് കേട്ടോ. പിന്നെ അതേപോലെ ലൈക്ക് എന്ന് പറയുന്നത് ലൈക്സ് എന്നൊന്നല്ല പറഞ്ഞത്, ലൈക്ക് എന്നാ പറഞ്ഞത് അല്ലെ. ഐ പ്ലൂറൽ ആയതുകൊണ്ട് ലൈക്ക് എന്നുള്ളതാണ് യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെൽപ്പിംഗ് വേർബ് ഡു ആണ് കേട്ടോ. സോ ഡു യു ലൈക്ക് കോഫി? നിനക്ക് കോഫി ഇഷ്ടമാണോ? യെസ്, ഐ ലൈക്ക് കോഫി. ഇതേ സെന്റൻസ് നെഗറ്റീവ് ആക്കിയാൽ ഐ ഡോണ്ട് ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമല്ല. അപ്പൊ അതെങ്ങനെയാണ്? നിനക്ക് കോഫി ഇഷ്ടമല്ലേ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെയാ ചോദിക്കുക? അപ്പൊ എനിക്ക് കോഫി ഇഷ്ടമല്ല എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഡോണ്ട് ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വരുന്നത് നോക്കിയേ. ഡോണ്ട് യു ലൈക്ക് കോഫി? ഡോണ്ട് യു ലൈക്ക് കോഫി? നിനക്ക് കോഫി ഇഷ്ടമല്ലേ? നോ, ഐ ഡോണ്ട് ലൈക്ക് കോഫി. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറെ സെന്റൻസുകൾ റെഗുലർ വേർബ് യൂസ് ചെയ്തിട്ടും ഇറഗുലർ വേർബ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വയം മേക്ക് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.